ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ശാപസ്കൂളിലൂടെ നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാപസ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്നതായ പാഠം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പാഠത്തിൻ്റെ തലക്കെട്ട്, 5-ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന തലക്കെട്ടോടുകൂടി ഒരു പാഠമാകുമ്പോൾ ഈ പാഠം വളരെ സങ്കീർണതകൾ, അനവധി ചോദ്യങ്ങൾ ഉളവാക്കുന്ന ഒരു പാഠമാണ്. യോശുവയുടെ പുസ്തകം വളരെ പ്രത്യാശ തരുന്നതാണ്. എന്നാൽ നിഷ്പക്ഷമായി പഠിക്കുന്നതായ ഒരു വ്യക്തിക്ക് യോശുവയുടെ പുസ്തകം തുടക്കക്കാർക്ക് അത് വായിക്കുമ്പോൾ അവരെ അലോരസപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യാവലികൾ ഹൃദയത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ഹമാസിൻ്റെ യുദ്ധങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത പെട്ടെന്ന് ഉയരുവാൻ സാധിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ പാഠം നമ്മൾ പഠിക്കുമ്പോൾ. എന്നാൽ ആ അലോരസപ്പെടുത്തുന്ന ചിന്തകളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ആ പാഠഭാഗങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ ചില വാഗ്ദത്തങ്ങളും ചില പ്രവചനങ്ങളും ചില അരുളപ്പാടുകളും ചില മുന്നറിയിപ്പുകളും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ആഴ്ചയിലെ മനപ്പാഠവാക്യം പറയുന്നത് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം പറയുന്നത്, ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അടിയങ്ങൾ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ. മനസ്സിലാകാതിരിക്കുന്നതായ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉരുവായി വരുന്ന ചോദ്യങ്ങൾക്ക് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ഒരേ സമയത്ത് തന്നെ ഈ രാജാക്കന്മാരെ ഒക്കെയും നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ 10-ാം അധ്യായം അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്. യഹോവയെ ആ അധ്യായം, അതിന് മുമ്പുള്ള അധ്യായങ്ങളൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ യോശുവയുടെ യുദ്ധത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് യോർദാൻ കടന്ന് യെരിഹോ പിടിച്ചെടുക്കുന്നതായ യോശുവയെയാണ്, അല്ലേ, ഇസ്രായേൽ മക്കളെയാണ്. ഇവിടെ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നതായ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ വലിയ രാജാക്കന്മാരെന്ന് കരുതിയിരുന്ന അമോര്യരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വലിയ രാജാക്കന്മാരെല്ലാം കൂടിച്ചേർന്ന് യോശുവയോട് ഇസ്രായേൽ മക്കളോടും യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം പുറപ്പെടുന്ന ഒരനുഭവം 10-ാം അധ്യായം വായിക്കുമ്പം നമുക്ക് വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. നമുക്കെന്തോ വായിക്കാം. യോശുവ ഹായ് പട്ടണം പിടിച്ച് നിർമ്മൂലമാക്കി എന്ന് യെരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതൊക്കെയും ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതും ഗിബയോൻ നിവാസികൾ ഈ ആളുകൾ കുറച്ച് പേര് കേട്ടപ്പോൾ അവർ സന്ധി ചെയ്യുന്നതാണ് തുടക്കത്തിൽ. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അതിനുവേണ്ടി ഈ രാജാക്കന്മാരെല്ലാം ഗിബയോൻ നിവാസികളോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അവർ 5 രാജാക്കന്മാർ, ഇവിടെ പറഞ്ഞേക്കുന്നത് 5 രാജാക്കന്മാർ, 16-ാം വാക്യം മുതൽ പറയുന്നത് 5 രാജാക്കന്മാരാണ് ഒരുമിച്ച് നിന്ന് യോശുവയോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ യോശുവയോടല്ല ഗിബയോന്യർക്ക് വേണ്ടി യോശുവ യുദ്ധം ചെയ്യുന്നതിലാണ് ഇവരെ പിടിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഈ ഒരു വാക്യത്തിൽ നമ്മൾ പഠിക്കുന്ന, ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ
നമുക്ക് പഠനത്തിനായി തന്നിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം, അവിടെ 16-ാം വാക്യമാണ്. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതും ഉടമ്പടി ചെയ്യുന്നതുമാണ്. ആ ഉടമ്പടി പ്രകാരം അബ്രഹാമിന് ചില മുന്നറിയിപ്പുകളും കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു പോലും ഇല്ലാതെ ഇരുന്നപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ചില യാഗങ്ങൾ ആവശ്യപ്പെടുകയും ആ യാഗം കഴിക്കുമ്പോഴത്തേന് ആ അബ്രഹാമിനോട് ആ ഉടമ്പടി ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാം, നിൻ്റെ സന്തതി 400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ദേശത്തുള്ളവരെ മാറ്റിയിട്ട് ഈ ദേശം അവർ ഇത്രയും ജാതികളെ അമോര്യരുടെ എങ്ങനെ അത് മാറ്റാൻ പോകുന്നത്? അവരുടെ ദുഷ്ടത പരമോന്നതയിലെത്തും 400 വർഷം കഴിയുമ്പോൾ. അപ്പോഴാണ് ആ ജാതികളെ മുഴുവനായിട്ട് ആ ദേശത്തു നിന്ന് മാറ്റിയിട്ട് നിൻ്റെ സന്തതി പരമ്പരകൾക്ക് കനാൻ ദേശം നൽകുന്നത് എന്നുള്ള വാഗ്ദത്തമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ലേവ്യ പുസ്തകത്തിൽ മറ്റൊരു വാക്യം തരുന്നത് 18-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ളതായ ആ വാക്യങ്ങളിൽ മോശ ഇസ്രായേൽ മക്കൾക്ക് ചെല്ലുന്ന ദേശത്ത് കനാൻ ദേശത്തെക്കുറിച്ച് ഒരു ബോധം കൊടുക്കുകയാണ്. അവിടെ എങ്ങനെയായിരിക്കും, അതുകൊണ്ടൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായ വേദഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. എന്നാൽ 3-ാമത്തെ വാക്യം 2 തിമോത്തിയോസ് 4:18 4:1-8 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ പ്രത്യാശ കൈവിട്ടു പോകാതെ നമുക്ക് ജാഗ്രതയോട് പോകുവാനുള്ള ഒരാലോചന തരുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് 4 ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതായ ദൈവത്തെയാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. പിന്നെ പുറപ്പാട് പുസ്തകം 23-27 മുതൽ 30 വരെയുള്ള ഭാഗത്ത് 6. അപ്പം എന്താ ചെയ്യേണ്ടത്? ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ട് ആ ജനം എങ്ങനെ ഉണ്ടായിരിക്കണം? ആവർത്തന പുസ്തകത്തിൽ 20-ാം അധ്യായം 10 മുതൽ 15 വരെ വായിക്കുമ്പോൾ വിശുദ്ധിയും വേർപാടുമുള്ള ജനമായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി യഹോവ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും എന്ന് വാഗ്ദത്തം കൊടുക്കുകയാണ്. 7-ാമത്തെ കാര്യം, അതായത് ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് എന്ന് വളരെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. നിത്യമായ സമാധാനവും നിത്യമായ ആധിപത്യവും നൽകുവാൻ തക്കവണ്ണം വരുന്നത് ആരാണെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. ഈ വാക്യങ്ങളെ ആധാരമാക്കിയാണ് നമ്മൾ ഈ ആഴ്ചയിലെ പാഠങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. കാരണം എന്താണ്? ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന ഹെഡിങ്ങോടുകൂടി ഉള്ള ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ യോശുവയുടെ പുസ്തകത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കുമ്പം ഒരു കൂട്ടം ജനം ഒരു ദേശം മുഴുവനും വെട്ടിപ്പിടിച്ചെടുക്കുന്നതായ, ഇല്ലായ്മ ചെയ്തിട്ട് സ്വന്തമാക്കുന്നതായ ഒരു കാഴ്ച, അത് നമുക്ക് വളരെ അസ്വസ്ഥത ഉളവാകും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് പറയുകയും ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് നീതിയാണോ, ഇങ്ങനെയാണോ ദൈവം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മളുടെ കൊച്ചു മനസ്സുകളിൽ, പക്വതയില്ലാത്ത മനസ്സുകളിൽ ചിലപ്പം തോന്നാം. അതിനൊക്കെ ഉദാഹരണം ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമുക്ക് നൽകിത്തരുന്നത്. അതുകൊണ്ട് ഈ യുദ്ധങ്ങളുടെ സങ്കീർണതകളും ഈ യുദ്ധത്തിൻ്റെ പരിമിതികളും എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ നമുക്ക് നൽകി തന്നതായ വചനങ്ങളിലൂടെ സമാധാന പ്രാപ്തിയിലേക്ക് നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കനാന്യരുടെ അകൃത്യം എന്നുള്ളതായ തലക്കെട്ടോടുകൂടി ഞായറാഴ്ചത്തെ പാഠം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ധാരാളം വാക്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് കനാന്യരെ കുറിച്ചുള്ള വാക്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് കനാന്യരെ കുറിച്ചുള്ളതായ അറിവ് വേദപുസ്തകത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ പ്രവാചകന്മാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് എങ്ങനെ പ്രാപിച്ചു എന്നുള്ളതൊക്കെയും ഈ മനസ്സിലാക്കേണ്ടത് അതായത് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ ഭൂമി കുഴിച്ച് പഴയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നാഗരികതകൾ, അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പഴയ മനുഷ്യരുടേത് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളതായ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് അവിടുത്തെ ജനം വിധമായിരുന്നു, അവരുടെ ആചാരങ്ങൾ ഇന്നതായിരുന്നു, അവരുടെ മതം ഇന്നതായിരുന്നു, അവരിങ്ങനെയാണ് ജനങ്ങൾ തമ്മിൽ ഐക്യതയില്ലാതെ ജീവിച്ചതെന്നെല്ലാം തരുന്ന അറിവുകൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ കൂടെയാണ്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് ഉഗാറ്റിരിക് ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത്.
റാസ് ശർമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന്, റാസ് ശർമ്മ എന്ന് പറയുന്നത് ഗ്രീക്ക് തിയോളജി അല്ലെങ്കിൽ തത്വചിന്തകന്മാരും കവികളും നിരൂപകരും ഒക്കെ ഗ്രീക്കുകാരും റോമക്കാരും അവരെല്ലാവരും ഈ മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചെഴുതിയ നിരൂപണങ്ങളുടെ ഒരു സമാഹാരമാണ്. അപ്പം ഈ നിരൂപണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അവരാരെ ആരാധിച്ചിരുന്നു, അവരുടെ ആരാധന രീതികൾ എന്താണ്, അവരുടെ ജീവിത രീതികൾ എന്താണ്, ഇങ്ങനെയുള്ള ജനം അവിടെ വസിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങളാണ് ചെയ്തിരുന്നത് എന്നെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കനാന്യരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ട് വേദപുസ്തകം എന്താണ് ഈ കനാന്യരുടെ അതിക്രമം അല്ലെങ്കിൽ ദുഷ്ടത എന്താണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അനേക ദുഷ്ടതകൾ അവർ ചെയ്തതായിട്ട് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് അവരുടെ അക്രമങ്ങൾ എന്തോ ആയിരുന്നു എന്നുള്ളത് ഇസ്രായേൽ മക്കൾക്ക് മോശ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെ. നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 18-ന്റെ 9. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. അപ്പം മോശ അവർക്ക് താക്കീത് കൊടുക്കുകയാണ്. നിനക്ക് തരുന്ന ദേശത്ത്, ദൈവം നിനക്കായിട്ട് ഒരുക്കുന്ന ആ ദേശത്ത് നിങ്ങളെ ഒരു സ്വന്തം ജനമായിട്ട് വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുമ്പോൾ ആ ദേശക്കാരുടെ മ്ലേച്ഛതകളെ നീ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്ന മ്ലേച്ഛതകളിൽ ഒന്ന് മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതാണ്. മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതായ മ്ലേച്ഛത. അവരുടെ ദേവന്മാരെയും അവരുടെ ദേവതകളെയും ഉപദേവതകളെയും പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആദ്യജാതന്മാരെ എന്ത് ചെയ്യുന്നു, ആണായാലും പെണ്ണായാലും അഗ്നിപ്രവേശം ചെയ്യിച്ചിരുന്നതായ ഒരു ജനതയായിരുന്നു ഈ കനാന്യരെന്ന് മോശ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മാത്രമല്ല താഴോട്ട് വായിക്കുമ്പം അവർ മുഹൂർത്തം നോക്കുന്നവരായിരുന്നു. നാം ഇന്ന് ചിന്തിക്കണം, ഇതൊക്കെയും നമ്മുടെ ചുറ്റുപാടും ഉണ്ടോ? നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ളവരുടെ മധ്യത്തിലാണ് നാം താമസിക്കുന്നത്. അതിൻ്റെ സ്വാധീനം നമ്മളിൽ ചെലുത്തിയിട്ടുണ്ടോ എന്നെല്ലാം ചിന്തിക്കാനാണ് നാം വീണ്ടും വീണ്ടും വചനങ്ങൾ ആവർത്തിച്ച് പഠിക്കുന്നത്. മോശ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവരെന്താണ്, മുഹൂർത്തം നോക്കും. അല്ലെങ്കിൽ ഈ സമയത്ത് കൊള്ളാം ഇറങ്ങിപ്പോകാൻ, ഈ സമയം നോക്കി ചെയ്യും. വീട് വയ്ക്കുമ്പം സമയം നോക്കി കല്ലിടും. കല്യാണത്തിന് ചെറുക്കനും പെണ്ണും ഇറങ്ങുമ്പം സമയം നോക്കി ഇറങ്ങുക. ഇതൊക്കെ എന്താണ്, മുഹൂർത്തം നോക്കുക എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കണം. ഈ അനാചാരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ചെയ്യുന്നുണ്ടോ, സ്വാധീനം കൊണ്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നാം പഠിക്കണം. അപ്പോൾ മോശ അവർക്ക് താക്കീത് കൊടുക്കണം, ഈ മ്ലേച്ഛതകൾ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്. എന്തൊക്കെയാണ് അവർ ചെയ്ത്? മുഹൂർത്തം നോക്കും, ആഭിചാരം ചെയ്യും, ക്ഷുദ്രം ചെയ്യും, മന്ത്രവാദം ചെയ്യും, വെളിച്ചപ്പാട് തുള്ളിക്കും, ലക്ഷണം നോക്കും. പിന്നെ ലക്ഷണം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കൈ നോക്കുക എന്നർത്ഥം. ലക്ഷണം, മുഖത്തിൻ്റെ ലക്ഷണം പറയുക, കൈ പിടിച്ച് നോക്കുക, എന്നിട്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുക. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആകരുത്, ഈ മ്ലേച്ഛതകൾ പോലെ ചെയ്യരുത്. കാരണം എന്താ? ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെ വരച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ കരങ്ങളിലല്ല നമ്മുടെ ഭാവി പ്രവചിക്കുവാൻ തക്കവണ്ണം. അപ്പോൾ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്ന അവരുടെ ദേവന്മാർക്കും ദേവതകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സൃഷ്ടിതാവിനേക്കാളും സൃഷ്ടിയെ ഭജിച്ചിരുന്നതായ ഒരു കൂട്ടം ജനമായിരുന്നു കനാന്യരെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തരികയാണ്. അഞ്ജനം നോക്കുക, അതായത് ദിക്കുകൾ നോക്കുന്നതാണെന്ന് തോന്നുന്നു. അഞ്ജനം നോക്കുക, മഷിയിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ? അതൊക്കെയാണ് അവരുടെ മ്ലേച്ഛതകളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഈ മ്ലേച്ഛത പോലെ എന്ത് ചെയ്യരുത്? കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നത്, ദയവില്ലാത്തതായ ദുഷ്ടതകൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാനായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ദേവന്മാർ ബാൽ ദൈവം, അശേര പ്രതിഷ്ഠകൾ, മൊലേഖ് പോലെയുള്ളതായ ദേവതകൾ, ഇവരെയൊക്കെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം അവരെന്ത് ചെയ്തിരുന്നു? മാത്രമല്ല ഈ ഫലഭൂഷ്ടം വരുന്നതിന് വേണ്ടി ദേവൻ്റെയും ദേവിമാരുടെയും പ്രീതിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുക മാത്രമല്ല, അവർ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനു വേണ്ടി അവർ സ്ത്രീകളെയും പുരുഷന്മാരെയും എന്ത് ചെയ്യുന്നു? ദിവ്യമായ വേശ്യാവൃത്തിയിലേക്ക് നടത്തുന്ന ഒരു കൂട്ടം ജനമായിരുന്നുവെന്ന് വേദപുസ്തകം നമുക്ക് നൽകി തരുന്നതോടൊപ്പം ഈ ഗ്രന്ഥങ്ങൾ, ഉഗാരിറ്റിക് ഗ്രന്ഥങ്ങളും
അതിനെ ശരിവെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ മ്ലേച്ഛതകൾ, ഇങ്ങനെ പ്രവർത്തിച്ച മ്ലേച്ഛതകളുള്ള ഈ ജനത്തിന് എന്താ ചെയ്തത്? ദൈവത്തെ ദൈവം അവരുടെ ഇടയിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഒക്കെ വിളിച്ച് വേർതിരിച്ച് ആ ദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? സത്യദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി. എന്നാൽ മറിച്ച് അവരതിനു വേണ്ടി തുനിയാതെ അവരുടേതായ വഴികളിൽ സഞ്ചരിക്കുകയും അവരുടെ അതിക്രമം അതിൻ്റെ പരമോന്നതയിലെത്തി നിൽക്കുമ്പോഴാണ് യോശുവ ആ ദേശം സ്വന്തമാക്കുവാൻ തക്കവണ്ണം ആ കനാനിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നത്. അപ്പം കനാന്യരെ അല്ലെങ്കിൽ ആ ദേശത്തിലെ ദുഷ്ടതയെ നിർമാർജനം ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ ചുറ്റുപാടുകളിൽ വ്യാപരിച്ചിരുന്നതായ മ്ലേച്ഛതകളും ധാർമ്മമില്ലാത്ത കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ആരെ ഉന്മൂലനം ചെയ്യല്ല, അവരെ മടക്കി വരുത്തുവാൻ അവർക്ക് അവസരങ്ങളെ കൊടുക്കുന്നുണ്ട്. ആ അവസരങ്ങൾ അവർ പാഴാക്കി കളഞ്ഞാൽ അവർ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് സഞ്ചരിക്കുകയും അവർ ആ തെറ്റിൽ ഏറ്റവും അവരെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയാത്ത തരത്തിൽ പിന്മാറിപ്പോകുമ്പോൾ, അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുമ്പോൾ ആർക്കും അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഗിബയോന്യർ വന്ന് യോശുവയുടെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്യുന്നു, അവർ രക്ഷപ്പെടുകയുണ്ടായി. രാഹാബ് ഇവരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു, ദൈവകുഞ്ഞുങ്ങളുമായിട്ട് അവർ കൃപയ്ക്ക് അധീനരാകുന്നു, അവർ രക്ഷപ്പെടുന്നു. ഇവർക്ക് അവസരം കൊടുക്കുമ്പോൾ ആ മാറി ചിന്തിച്ചവരെ ഇല്ലാതാക്കി തീർക്കുന്നതായ ഒരു ജനതയായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാരാ ചെയ്യുന്നത്? യോശുവയെ കൊണ്ട് ഇത്രയും വലിയൊരു ജനത്തെ ഒന്നാകെ നശിപ്പിക്കുവാനോ അവരോട് യുദ്ധം ചെയ്യുവാനോ യോശുവയ്ക്ക് സാധിക്കുമോ? അപ്പം നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ പരമോന്നത ന്യായാധിപൻ ആയ ദൈവം എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് സംശയമായിട്ട് വരും. കാരണം ഈ പരമോന്നതനായ ന്യായാധിപന് ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്. പരമോന്നതനായ ന്യായാധിപന് ഒരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? അവിടുന്ന് നീതിയുള്ള രാജാവാണ്. ആ സങ്കീർത്തനങ്ങൾ പറയുന്നത് എന്താണ്? അവിടുന്ന് നീതിയുള്ള രാജാവാണ്. ആ നീതിയുള്ള രാജാവ് ദൈവത്തിൻ്റെ ധാർമ്മിക സ്വഭാവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തെറ്റിനെ ദൈവം ഒരിക്കലും പരിപോഷിപ്പിക്കത്തില്ല. നീതിക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, അടിമത്തത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുന്ന ഒരു ദൈവമാണ് നീതിയുള്ള രാജാവെന്ന് നമ്മൾ മനസ്സിലാവും. അവിടുന്ന് രാജാവാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ഷ്യാവിൻ്റെ പുസ്തകം 33 പോകുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട നീതിയുള്ള ഈ രാജാവിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും അവിടുത്തെ നീതിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരുന്നതായ ഒരു വചനം. ദൈവം പരമോന്നത ന്യായാധിപൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിശുദ്ധി വളരെ അർത്ഥവ്യാപ്തിയായിട്ട് അവിടെ നൽകി തരികയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം പാപത്തോട് പൊരുത്തപ്പെടുന്ന ഒരു സ്വഭാവമല്ല. അവിടുന്ന് അശുദ്ധിയിൽ ജീവിക്കുന്നവനല്ല, വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ്. അവിടുന്ന് വിശുദ്ധനാണ്. എന്നാൽ ഈ ദൈവം ദീർഘക്ഷമയും കരുണയും കൃപയുമുള്ള ദൈവമാണെന്ന് വേദപുസ്തകം നമുക്ക് നൽകിത്തരുന്നു. കാരണം പാപത്തിൻ്റെ അനന്തരഫലമെന്ന് പറയുന്നത് മരണമാണ്. ഈ മരണത്തിൽ നിന്ന് മരണം മനുഷ്യന് അവൻ തിരഞ്ഞെടുത്തതാണ്. പാപം അവൻ തിരഞ്ഞെടുത്തു, അവൻ മരണത്തിന് അധീനനായി തീർന്നപ്പോൾ ഈ മരണത്തിൽ നിന്ന് ഈ കരുണയുള്ള ദൈവം എന്ത് ചെയ്തു? ആ കരുണ നമുക്ക് വേണ്ടി ചൊരിയുവാൻ തക്കവണ്ണം തൻ്റെ പുത്രനെയാണ് നമുക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം നിയോഗിച്ചത്. അപ്പം ദൈവത്തിൻ്റെ ആ ക്ഷമയും കരുണയും ഒക്കെ അവിടുന്ന് അതിൽ കൂടെ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു വിശുദ്ധ ജനമായിരിക്കുവാൻ തക്കവണ്ണം ഇസ്രായേലിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, യഥാർത്ഥത്തിൽ അവർ പീഡിതരാണ്, അവർക്കത്ര ബലമൊന്നുമില്ല, അവർക്ക് സംഖ്യാബലമില്ല, ഈ രാഷ്ട്രങ്ങളെ പോലുള്ളതായ യുദ്ധ സാധനങ്ങളില്ല. എന്നാൽ അവർക്ക് വേണ്ടി ദൈവം തന്നെ പീഡിതർക്ക് വേണ്ടി അവിടുന്ന് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു അനുഭവം കാണുമ്പോൾ ഇതൊരു വിശുദ്ധ യുദ്ധം ഇങ്ങനെയാണോ ഈ ദൈവം യുദ്ധം ചെയ്യേണ്ടതെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മാർഗങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി പെട്ടെന്നല്ല, മറിച്ച് ഇവർക്ക് അവസരങ്ങളെ കൊടുത്തുകൊണ്ട്, മാറി ചിന്തിക്കുവാൻ അവസരങ്ങളെ കൊടുത്തുകൊണ്ട്, മടങ്ങി വരുവാൻ അവസരങ്ങളെ കൊടുത്തുകൊണ്ട് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മെ
നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവം നാം പിന്മാറി പോകുമ്പോൾ നമ്മെ വീണ്ടും വിളിച്ചു ചേർക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കരുണയോടെ കാത്തിരിക്കുന്നു എന്നാണ് നാം മുടിയനായ പുത്രൻ്റെ കഥയിലൂടെ നാം പഠിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ വകവയ്ക്കാതെ വീണ്ടും അവരുടേതായ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കുന്ന അനുഭവത്തിൽ ദൈവം തൻ്റെ ന്യായവിധി നടത്തുന്ന ഒരു അനുഭവം. ന്യായാധിപൻ എന്ന നിലയിൽ മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ ന്യായവിധിയാണ് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് വിശുദ്ധ യുദ്ധമെന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ഇന്ന് കേൾക്കുന്ന ആ യുദ്ധം പോലെ ഒരു യുദ്ധമല്ല. അതെന്താണ്? അതിനകത്ത് ഏർപ്പെടുന്ന ആളുകൾ എന്താണ്? ഉന്മാദത്തിലാണത് ചെയ്യുന്നത്. എന്നാൽ ഇത് പീഡിതർക്ക് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതായ വലിയ ഒരു കാര്യമാണ്. അവരുടെ മഹത്വത്തിന് വേണ്ടിയല്ല, പീഡിതരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിൻ്റെ ദൈവം ചെയ്ത യുദ്ധങ്ങളെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭരണവും അവിടുത്തെ പരമാധികാരവും അവിടുന്ന് ഒരു രാജാവെന്ന നിലയിലും ന്യായാധിപനെന്ന നിലയിലും അവിടുത്തെ പ്രതിച്ഛായയിലുള്ളതുപോലെ യോദ്ധാവെന്ന നിലയിലും ദൈവത്തിൻ്റെ ആ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ് പരമോന്നത ന്യായാധിപൻ എന്ന നിലയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവിടുത്തെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ഈ നിയമ നടപടികളിലൂടെ നാം മനസ്സിലാക്കുന്നത്. അവിടുത്തെ സുസ്ഥിരത നിലനിർത്തുന്ന ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു അനുഭവമാണ് യോദ്ധാവെന്ന നിലയിൽ ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അന്തിമ ഫലമെന്ന് പറയുന്നത്. നീതിയും ന്യായവും സ്ഥാപിതമാകുക, നീതി നടത്തി കൊടുക്കുക. ആർക്കാണ്? അഗതികൾക്ക്, പീഡിതർക്ക്, വിധവമാർക്ക്, ഭാരപ്പെടുന്നവർക്ക്, നീതി കിട്ടാത്ത നിഷേധികൾക്ക്, നീതി നിഷേധിച്ചുകൊണ്ട് പോകുന്നവരിൽ നിന്ന് കിട്ടുന്നതായ ആ അനുഭവങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ ബലഹീനർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുക. അങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് കർത്താവ് തന്നെ പരമോന്നത ന്യായാധിപൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് ഒരു ആളുകളെ മുഴുവനും കുടിയിറക്കുകയാണോ? അല്ല. കുടിയിറക്കിയാൽ വേറൊരിടത്തുകൊണ്ട് പാർപ്പിക്കും? അല്ല. നമ്മൾ നോക്കുമ്പോൾ സർവനാശമാണ് കാണുന്നത്. എല്ലാവരെയും, കുഞ്ഞുകുട്ടി ആബാലവൃത്തം പോവുകയാണ്, അവരുടെ കന്നുകാലികൾ പോവുകയാണ്, അവരുടെ ദേശം തന്നെ അങ്ങ് ഇല്ലാതായിത്തീരുന്ന ഒരനുഭവമാണ് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതായ കാര്യം. എന്താണ്? ആരെയും ഉന്മൂലനാശം ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ, കാരണം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം അവരെടുക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് അവർക്ക് മനസ്സില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് ഈ മനുഷ്യനിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഇടപെടേണ്ട രീതിയെക്കുറിച്ച് നമ്മൾ ചില വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഇസ്രായേലിനെ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യണമെന്നില്ല. നമുക്കറിയാം, ഇസ്രായേൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഏതോമെന്ന് പറയുന്ന സ്ഥലത്തൂടെ കടന്ന് ഞങ്ങൾ ഇതിലേ കൂടെ ഒന്ന് നടന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അവർ വളരെ ഭവ്യതയോടെയാണ് ചോദിക്കുന്നത്. അവർക്കൊന്ന് വഴി നടക്കാൻ കൊടുത്താൽ മതി. എന്നാൽ അവരെന്ത് ചെയ്തില്ല? വഴി നടക്കാൻ കൊടുക്കുന്നില്ല. അതുപോലെ ഓരോ രാജ്യങ്ങളും ഇവരെ ഉള്ള പേടി കൊണ്ട് ഇവർ ഉറപ്പാക്കിയിരിക്കുക, അങ്ങോട്ട് കയറാതെ ഇരിക്കുവാൻ തക്കവണ്ണം. അങ്ങനെയുള്ള ഒരു ആളുകളായിരുന്നു ഈ രാജ്യക്കാർ മുഴുവനും. അതുകൊണ്ട് കനാന്യരുടെ ദുഷിച്ച സംസ്കാരത്തെയും സാമൂഹിക വ്യവസ്ഥകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കുവാനും, അതില്ലാതെ ആ സാമൂഹ്യ വ്യവസ്ഥ തെറ്റാണ്, മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്നതാണ്, അത് ദൈവത്തെ കൂടാതെ ഉള്ളൊരു ജീവിതമാണ്, യാതൊരു ധാർമ്മികതയും ഇല്ലാത്തൊരു ജീവിതമാണ്, അങ്ങനെയുള്ളൊരു ജീവിതം സുസ്ഥിരമല്ല എന്ന് ദൈവം എന്ത് ചെയ്യാണ്? അതിനെയാണ് ദൈവം ഇല്ലായ്മ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം മാറാരോഗങ്ങളാണ് ദുഷിച്ച ജീവിത രീതികളിലൂടെ സംഭവിക്കുന്നത്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ മനുഷ്യർക്ക് ആഗ്രഹമില്ല. അപ്പം അതിൻ്റെ പാരമ്പര്യം എടുക്കുമ്പോൾ ആ വ്യക്തി അങ്ങ് നശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദേശം മുഴുവനും അങ്ങ് നശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ ഒരു വ്യക്തിക്കും ധാർഷ്ട്യത്തോടോ കലാപത്തോടോ കൂടി അതിനെ അതിജീവിക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരു വ്യക്തി ദൈവത്തിൻ്റെ
വ്യക്തിത്വം എന്ന് പറയുന്നത് പൂർണ്ണമായ സമാധാനം പുനഃസ്ഥാപിക്കുക, നഷ്ടപ്പെട്ട രാജ്യം അവർക്ക് കൊടുക്കുക, നഷ്ടപ്പെട്ടതായ പരദേശ മനുഷ്യവർഗത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അവിടെ മനുഷ്യവർഗം ദൈവത്തോട് തങ്ങളുടെ ധാർഷ്ട്യ സ്വഭാവത്താൽ യുദ്ധം ചെയ്യുമ്പോഴാണ് അവിടുന്ന് തന്നെ നേരിട്ട് ഇടപെടുന്നത് എന്നുള്ള പൂർണ്ണമായ നാശത്തിനിടയായിത്തീരുന്നതും. അതുകൊണ്ട് കനാനെ കീഴടക്കാനുള്ള പ്രാരംഭ ലക്ഷ്യം ദേശത്തെ നിവാസികളെ പുറത്താക്കുക എന്നതായിരുന്നെങ്കിൽ അവരെ നശിപ്പിക്കുകയില്ലായിരുന്നു. അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവർ മടങ്ങി വരുവാൻ അവർക്ക് അവസരം കൊടുക്കും. പക്ഷേ അവർക്കതിന് മനസ്സില്ല. മടങ്ങി വരുവാൻ അവസരം കൊടുക്കാൻ അവർക്ക് മടങ്ങി വരാനാവതില്ല, അവർക്കത് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു കൂട്ടം ആളുകളോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്, യഥാർത്ഥമായ ദൈവോദ്ദേശം കനാന് ജനസംഖ്യയുടെ ഇടിവ് സൂചിപ്പിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയാലും മിസ്രൈമിലെ ഫറവോനെ പോലെ ഭൂരിഭാഗം കനാന്യരും അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി ദൈവത്തോടും ദൈവജനത്തോടും മത്സരിച്ചിരിക്കുകയാണ്. അവർക്ക് മടങ്ങി വരുവാൻ ഒരു മനസ്സുമില്ല. അതുകൊണ്ട് ഇത് നമുക്ക് തരുന്ന വലിയ പാഠം എന്താണ്? ദൈവത്തോട് താതാത്മ്യപ്പെടുവാൻ, ദൈവവചനത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ, സമാധാനകാംക്ഷികളായിട്ട് ജീവിക്കുവാൻ നാം എന്ത് ചെയ്യണം? മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് കീഴ്പ്പെടുത്താതെ നമ്മൾ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരനുഭവമാണെങ്കിൽ ദൈവം നമ്മളെ മാറ്റുവാൻ പല ഉപദേശങ്ങൾ, പലരിൽ കൂടെ സംസാരങ്ങൾ, പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ തന്നു നോക്കും. എന്നാൽ അതിലൊന്നും മാറുന്നില്ല എങ്കിൽ നാം എന്നേക്കുമായിട്ട് എന്ത് ചെയ്യും? മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് നമ്മുടെ ശീലങ്ങൾ. നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, ഇതൊക്കെ ദൈവത്തിന് ഹിതകരമാണോ എന്ന് ചിന്തിക്കുവാൻ. കനാന്യരൊരു വലിയ സമൂഹമായിട്ടാണ് ഈ ജനത്തോട് എതിർപ്പെട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി വിളിക്കപ്പെട്ടവർ, ദൈവത്തെക്കുറിച്ച് അറിവ് പ്രാപിച്ചവർ, ഈ കനാന്യർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുവാൻ ദൈവം അവിടെ സുവിശേഷകരായിട്ടാണ് അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ ഒക്കെ ആ ദേശത്തേക്ക് അയച്ചത്. അവരുടെ നല്ല ജീവിത രീതികൾ അവർ കാണുകയുണ്ടായി. എന്നാൽ അവരെന്താ ചെയ്തത്? ലോത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോദോം ഗൊമോറയിലേക്ക് വിടുന്നുണ്ട്. ലോത്ത് അവിടെ ഇഴുകിച്ചേർന്ന് വസിച്ചെങ്കിലും ലോത്ത് ഒരു ഭക്തനാണെന്ന് യൂദയുടെ പുസ്തകം പറയുന്നുണ്ട്. അതുകൊണ്ട് ലോത്തിനെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി, ദേശത്തെ മുഴുവൻ ഉന്മൂലമാക്കിയപ്പോൾ. അപ്പം നാം ചിന്തിക്കേണ്ടതായ കാര്യം, നമ്മൾ പലപ്പോഴും നമുക്ക് വേദന ഉളവാക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളൊക്കെയും കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമ്പോൾ നമുക്ക്. എന്നാൽ ഈ കുഞ്ഞുങ്ങളും അടുത്ത തലമുറയായിട്ട് വരുന്നത് ഈ പിതാക്കന്മാരുടെ ധാർഷ്ട്യത്തിൽ തന്നെയാണ്. കൂടുതൽ ശക്തമായ പ്രതികാരത്തോടു കൂടിയാണ് അവരും വളരുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമുക്ക് ബുധനാഴ്ച പാടത്തിൽ പോകുമ്പോൾ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം എല്ലാ മനുഷ്യർക്കും വച്ചിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ 20-ൽ 10-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കുമ്പം വളരെ വ്യക്തമായിട്ട് ചില ആലോചനകൾ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നത് നമ്മൾ വീണ്ടും വായിക്കുകയാണ്. 20-ാം അധ്യായം 10-ഉം 18-ഉം വാക്യങ്ങൾ. 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ അടുത്ത് ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം. അപ്പം യുദ്ധത്തിന് ഒരു നിബന്ധന വച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇസ്രായേൽ അങ്ങോട്ട് നിന്ന് ചുമ്മാ അങ്ങ് അടിച്ചിടുവല്ല, മറിച്ച് അവരുടെ സമാധാനം ഘോഷിക്കണം. അവർ സമാധാനത്തിനും ആ ഉടമ്പടിക്കും വശംവദരാകുകയാണ്. അവരോട് യുദ്ധമില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ അടുത്ത് ചെല്ലുമ്പോൾ സമാധാനം വിളിച്ച് പറയണം. സമാധാനമെന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിയവേലക്കാരായിരിക്കും, അല്ലെങ്കിൽ അവരെ കൊല്ലരുത് എന്നർത്ഥം. അതിൻ്റെ 18-ാം വാക്യം പറയുന്നത്, അവർ തങ്ങളുടെ ദേവപൂജയ്ക്ക് ചെയ്തു പോരുന്ന സകല മ്ലേച്ഛതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്യാതിരിക്കുന്നതിന് തന്നെ ശ്രദ്ധിക്കണം. വളരെ ജാഗ്രതയുണ്ടായിരിക്കണം. അവരുമായിട്ട് സമാധാനം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ സമ്പൂർണ്ണ നാശത്തിന് പരിമിതികൾ മനസ്സിലാക്കുവാൻ ഈ വാക്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുകയാണ്. അപ്പം നാശത്തെ വിവരിക്കുവാൻ ചില വാക്കുകൾ എബ്രായ പദങ്ങളായിട്ട് ഉപയോഗിക്കുമ്പം അത് പഠിക്കുമ്പോൾ നമുക്ക് ശപിക്കാനാണോ ദൈവം പറഞ്ഞത്, പൂർണ്ണമായിട്ട് നശിപ്പിക്കാനാണോ ദൈവം പറഞ്ഞത്? പല വാക്കുകൾക്കും പല അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗം ജനം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് ഈ സമാധാന സന്ദേശം എന്ന് പറയുന്നത്. അത് അവർക്ക്
ഏറ്റെടുക്കുവാൻ ആഗ്രഹമില്ലാത്തതാണ് യുദ്ധങ്ങൾക്കൊക്കെയും കാരണമായി തീരുന്നത്. അതുമാത്രമല്ല, ഇവരെ ഊഴിയവേലക്കാരാക്കാൻ പറഞ്ഞാൽ അവരെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ ആചാരങ്ങളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ജനത്തെ നിഷ്കർഷിച്ചിരുന്നതായിട്ടും ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിപൂർവമായ ന്യായവിധിയെ പൂർണ്ണമായ നാശത്തിൻ്റെ പ്രയോഗം വിവരിക്കുന്നത് നമുക്ക് പല ഭാഗത്തും കാണാൻ പറ്റും. എന്നാൽ ന്യായവിധിയുടെ ഒരു ഭാഗം നടപ്പാക്കാൻ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രമായ പുരാതന ഇസ്രായേലിനെ സവിശേഷമായിട്ട് നിയോഗിക്കുകയാണ് ഉണ്ടായത്. യോശുവയെ നിയോഗിക്കുകയാണ് ഉണ്ടായത്, മോശയെ നിയോഗിക്കുകയാണ് ഉണ്ടായത്. അവർ യുദ്ധസന്നദ്ധരല്ല, എന്നാൽ അവർ യുദ്ധസന്നദ്ധരായിട്ട് പോവുകയാണ്. അവർക്ക് യുദ്ധം അറിയത്തില്ലെങ്കിലും ദൈവം അവരെ പല പ്രകാരത്തിലും പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ കീഴടങ്ങൽ, അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അവരോട് കീഴടങ്ങത്തില്ല എന്നുള്ള സ്വതന്ത്രമായ അവരുടെ തീരുമാനമാണ് അവരെ പൂർണ്ണമായ നാശത്തിലേക്ക് നടത്തിയതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, നമ്മളുടെ തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനമെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു സമാധാനത്തിലേക്കാണോ യുദ്ധത്തിലേക്കാണോ ഉള്ള തീരുമാനമെന്ന് നാം എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏകപക്ഷീയമായ സമാധാനം, ഏകപക്ഷീയമായ സംരക്ഷണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുകയോ അല്ല ചെയ്തത്. ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പ്രയോജനം നേടുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തെ പലതിൽ നിന്നും വിലക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവർക്കോ അതിന് മനസ്സില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം തന്നെ അവിടെ ഇടപെടുകയും ഒരു കൂട്ടം ജനത്തെ അതിന് നിയോഗിക്കുകയും ചെയ്തത്. അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ പ്രാരംഭം തൊട്ട് പഠിക്കുമ്പോൾ അവർക്ക് മാറാൻ മനസ്സില്ലാതിരുന്നതാണ് ഇങ്ങനെ ഒരവസ്ഥയ്ക്ക് കാരണമായി തീർന്നതെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമാധാന പ്രഭുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേന് യെശയ്യാവാണ് ഈ സമാധാന പ്രഭുവിൻ്റെ കാര്യം 9-ാം അധ്യായം, യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേന് ഒരു പ്രധാനപ്പെട്ട ആകർഷണ വാക്യമാണിത്. ദൈവത്തിൻ്റെ ഒരു പഴയ നിയമത്തിൻ്റെ ഒരു വലിയ പ്രവചനമാണ്, മശിഹായെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തിൻ്റെ പരാമർശമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. അവിടുന്ന് സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും എന്നുള്ളതായ ഒരനുഭവം. യഹൂദയിലെ സിംഹം, മറ്റൊരിടത്ത് കുഞ്ഞാടെന്ന് പറയുന്നു. അപ്പോൾ ഈ സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് മേയും എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് മേയും എന്നുള്ളത് രണ്ടും കർത്താവിനെ കുറിക്കുകയാണ്. സിംഹം എന്ന് പറയുമ്പോഴത്തേന് അവിടുത്തെ രാജകീയത്വത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കുഞ്ഞാടെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന് വേണ്ടി പകരക്കാരനായി എളിമപ്പെട്ടു വന്നതായ ആ സാധുത്വം സ്വീകരിച്ച് വന്നതായ ആ ഒരു അനുഭവത്തിൽ ആ അനുഭവത്തെയും കാണിക്കുമ്പോൾ സമാധാനം ഒരു നദി പോലെ ഒഴുകുവാൻ തക്കവണ്ണം, നിത്യമായ സമാധാനത്തിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം നിത്യനായ ദൈവം തന്നെ അവിടുന്ന് ഇറങ്ങി വരികയാണ്. അവിടുന്ന് സമാധാനപ്രഭു, വീരനാൻ ദൈവം, അത്ഭുത മന്ത്രി എന്നെല്ലാം കർത്താവിന് മറുപേര് യെശയ്യാവ് പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സമാധാനം 60-ാം അധ്യായത്തിൽ പറയുന്നത് അവിടുത്തെ സമാധാനം ഒരു നദി പോലെ ഒഴുകുമെന്നാണ് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിന് മുമ്പ് എലീശ പ്രവാചകൻ സുവിശേഷം പറയുന്നതായിട്ട് എന്താണ്? ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന, സമാധാന ഉടമ്പടി ചെയ്യുന്ന, ശത്രുപക്ഷക്കാരെ സമാധാനത്തിലേക്ക് നടത്തുന്നതായ ഒരനുഭവവും നമുക്ക് കാണാൻ കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? അദ്ദേഹത്തിന് മുമ്പിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ശത്രുവിനെ ഭക്ഷണവും കൊടുത്ത് തിരിച്ചു വിടുന്നതായ എലീശ പ്രവാചകനെ നമുക്ക് സിറിയയുടെ സൈന്യത്തെ അപ്പോൾ അവരെ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ദൈവജനം നമ്മളായിരിക്കണമെങ്കിൽ, എപ്പോഴും ദൈവജനമായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ശത്രുവിനെ ചുറ്റിപ്പറ്റി അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല, അവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരിക, അവരെ സ്നേഹസമ്പന്നനായ ദൈവത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് അവസരങ്ങൾ കൊടുക്കും, അവർക്ക് സുവിശേഷകരെ അയക്കും, അവർ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവം ആലോചന കൊടുക്കും. അപ്പം സമാധാന പ്രഭുവിനെ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വഹിക്കുവാൻ തക്കവണ്ണം
നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വഴികളെ എല്ലാം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സ്വന്തം ജീവിതം എപ്രകാരമുള്ളതാണ് എന്ന് നമ്മൾ വളരെയേറെ ചിന്തിച്ച് വേണം കഴിയുക. ഏത് വിധത്തിലും അനേക സംഘടനകളും അനേകതരം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മളെ സംഘർഷത്തിലേക്കും ഇല്ലായ്മയിലേക്കും നടത്താതെ ദൈവത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബദ്ധമായ ഒരു സമാധാന പ്രഭുവിൻ്റെ കീഴിലുള്ള ഒരു പരിലാളനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനാണ് ഈ പാഠങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കും. സങ്കീർണമായ ചോദ്യാവലികളുടെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ ആലോചന പോലെ നടത്തപ്പെടുന്ന പരമാധികാരിയായ ദൈവത്തിൻ്റെ ഇഷ്ടം അതെന്താണെന്ന് ആരാഞ്ഞറിഞ്ഞ് അവിടുത്തെ വചനം പോലെ ജീവിക്കുവാൻ ഒരു വ്യക്തിയെ ഒരുക്കുമ്പോൾ ആ വ്യക്തിക്ക് മഹാസമാധാനത്തോടായിരിക്കുന്ന ഇടങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മൾ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം പോകാതെ, നിരീശ്വരത്വം ചിന്തിക്കാതെ, ഈ കാലഘട്ടത്തിൽ എന്താണ് നിരീശ്വരത്വം ഹൃദയങ്ങളിൽ വാഴുകയാണ്. അതുകൊണ്ടെന്താണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ, ദൈവമില്ലാത്തതായ ഒരു തലമുറയിലൂടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. യോശുവയുടെ സ്വഭാവം പോലെ ദൈവം എന്തു പറയുന്നോ ഞാനതനുസരിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, അവിടുന്ന് എന്ത് കൽപ്പിച്ചാലും ഞാനത് ചെയ്യും എന്നുള്ളൊരു തീരുമാനം വരുമ്പോൾ നമ്മുടെ സങ്കീർണതകൾ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നാം പതറിപ്പോകാതെ ദൈവത്തിൻ്റെ വചനത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മുടെ ന്യായാധിപനാണ്. അവിടുന്ന് നമ്മളെ നിത്യ സമാധാനത്തിലേക്കും നിത്യരാജ്യത്വത്തിലേക്കും നടത്തുവാൻ ശക്തനാണ്. അവിടുന്ന് കരുണയുള്ളവനാണ്. അവിടുന്ന് മഹാദയാലുവാണ്. അവിടുത്തെ ദീർഘക്ഷമയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള തന്നിഷ്ട ജീവിതങ്ങളെ ദൈവം വെറുക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ പാറ പോലെ ഉറച്ചതാകാതെ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനത്താൽ കീറി മുറിക്കപ്പെട്ട ഒരു അനുഭവം പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യോശുവയുടെ പുസ്തകമെന്നല്ല, ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ, ഓരോ ദിവസവും തരുന്ന തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ ആ വചനമാകുന്ന ചുറ്റിക കൊണ്ട് അടിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തുവാനാണ് തരുന്നത്. അപ്രകാരം രൂപാന്തരപ്പെട്ടവർ ഒരുമിച്ച് കൂടുമ്പോഴാണ് നിത്യസമാധാനം വരുന്നത്, നിത്യസന്തോഷം വരുന്നത്. നമ്മുടെ ഭവനങ്ങളെ നിത്യസമാധാനത്തിൻ്റെ ഉറവിടങ്ങളാക്കുവാൻ, നമ്മുടെ ഭവനങ്ങളെ നിത്യസമാധാനത്തിൻ്റെ ഉറവിടങ്ങളാക്കുവാൻ, നമ്മുടെ സമൂഹത്തെ നിത്യസമാധാനത്തിലേക്ക് നടത്തുവാൻ നമ്മൾ വ്യക്തികളെന്ന നിലയിൽ വാക്കും പ്രവൃത്തിയും ചിന്തകളും ദൈവാധീനവും എല്ലാം ഒരുമിച്ച് വന്ന് ജാഗ്രതയോടെ ജീവിക്കുവാൻ ഈ കാലത്ത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാത്താനിനി അല്പസമയം മാത്രമേ ഉള്ളൂ എന്നറിയുന്നു. ഏത് വിധേനയും തൻ്റെ വൃതന്മാരെ തെറ്റിച്ചു കളവാൻ ചോദ്യാവലികൾ കൊണ്ട് തന്നെ നമ്മളെ വലയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പം ആ ചോദ്യാവലിയുടെ മുമ്പിൽ ദൈവത്തെ തിരസ്കരിക്കുന്നവരാകാതിരിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി പോരാടുന്നവനാണെന്നും നമ്മെ രക്ഷിക്കുന്നവനാണെന്നും പൂർണ്ണ സമാധാനത്തിൽ നമ്മളെ നടത്തുവാൻ ശക്തനാണെന്നും അവിടുന്ന് മഹാരാജാവാണെന്നും അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടിതാവാണെന്നും നാം മനസ്സിലാക്കിയാൽ, അവിടുന്ന് മുഖപക്ഷമില്ലാത്തവനാണെന്ന് നാം മനസ്സിലാക്കിയാൽ, ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ അടിമത്തത്തിലേക്ക് പോകുവാൻ അവരെ ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവം ഇടയാക്കി തീർത്തത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുകയാണ്. 70 വർഷം ബാബിലോണിൽ അടിമകളായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ ചെവി കൊടുക്കുന്നവരുമായി തീരുവാൻ ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ, ഈ പാഠങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. യോശുവയെ പോലെ ധൈര്യവും ഉറപ്പുമുള്ളവരായി ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും നമ്മളെ ഒരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളും നാം ചിന്തിച്ച് നമ്മുടെ ഹൃദയങ്ങളെ യുദ്ധഭൂമികളാക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ സമാധാന പ്രഭുവിന് വാസം ചെയ്യുന്ന വാസയോഗ്യമാക്കി തീർക്കുവാൻ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാബത്ത് സ്കൂളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനത്തിനായിട്ട് സ്തോത്രം. ആഴങ്ങളും പരപ്പുകളും മനസ്സിലാക്കുവാൻ അടിയങ്ങൾ അപ്രാപ്യരാണപ്പച്ച. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കനാന്യരെ പോലെ ധാർഷ്ട്യക്കാരാകാതെ ജീവിപ്പാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. ഞങ്ങളുടെ സ്വഭാവങ്ങളെ പരിശുദ്ധാത്മാവിനാൽ വചനത്താൽ ദൈവമേ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവനും ഞങ്ങൾക്ക് വേണ്ടി നീതി നടത്തി തരുന്നവനും നിത്യസമാധാനത്തിൽ ഞങ്ങളെ ആക്കിത്തീർക്കുന്നവനും ആകൊണ്ട് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയിൽ ചേർന്ന് ജീവിക്കുവാൻ സഹായിക്കണം. മാനവും മഹത്വം എടുക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.
ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.